ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതായാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, സച്ചിക്ക് തന്റെ കാറ് തിരിച്ചും വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സച്ചിയെ രക്ഷിച്ച് രേവതി പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ പോലീസിനോട് ചോദിച്ചപ്പോൾ വണ്ടി ഒരിക്കലും തരാൻ പറ്റത്തില്ല എന്നും നേരെ കോടതിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് തന്നെ പറഞ്ഞിട്ട് സച്ചിയെ പറഞ്ഞു വിടുവാണ്. പക്ഷെ തന്റെ കാറ് കിട്ടാത്തതിലെ സങ്കടം സച്ചിക്ക് ഒരുപാടുണ്ട്. അങ്ങനെ സച്ചിയെ താങ്ങി പിടിച്ചുകൊണ്ട് ശ്രീകാന്തും രേവതിയും പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചിയോട് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് സോറി, രേവതിയോടും പറയുന്നുണ്ട് സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ തെറ്റിപ്പോയതാണ്, ഇത് സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ രേവതി പറയുന്നുണ്ട് കുഴപ്പമില്ല, കാരണം ചേട്ടനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇത് കുടിക്കതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് എന്തായാലും ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സച്ചി ഒരുപാട് കരയുന്നുണ്ട്. തന്റെ കാറില്ലാതെ ഞാൻ ഇനി എങ്ങനെ പോവും, എനിക്ക് എന്റെ കാറ് വേണം, എന്റെ കാറില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല, ഈ കാറ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടത്തില്ല, അതിനു മുന്നേ ഈ കാറ് വീണ്ടെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ദേവുവിന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ദേവു ഉടനെ ദേഷ്യപ്പെട്ട് പറയുവാണ് സച്ചിയേട്ടന് ഇങ്ങനെ വരാനായിട്ട് കാരണം അവനാണ്, അയാൾ ഒരാളാണ് എന്ന് ദേവു പറയുകയും, എന്നാൽ അത് കേട്ടപ്പോൾ തന്നെ രേവതിയും ശ്രീകാന്തും പറയരുത് ദേവു എന്ന് മുഖം കാണിച്ച് പറയരുത് എന്ന് പറയുകയും, അങ്ങനെ ഇത് കേട്ടപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ആരാ ദേവു, നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതി തന്നെ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു കാറ് ബുക്ക് ചെയ്തില്ലേ അവരാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. പക്ഷെ സച്ചിക്ക് തന്റെ കാറ് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ കാറിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആ ഒരു ലേഡി കോൺസ്റ്റബിള് വരുവാണ്. അപ്പോൾ അവർക്ക് രേവതി ഒരുപാട് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ ASPയുടെ വീട്ടിൽ പോവുകയും അതുകൊണ്ട് മാത്രമാണ് സച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് നന്ദി പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ കാർ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം മാഡം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞത്, ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇനി അവർക്ക് കൈക്കൂലി കൊടുക്കുക, 1,00,000 രൂപയൊക്കെ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഉടനെ തന്നെ ഈ ഒരു കാറ് വിട്ടു നൽകും, ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വിട്ടു കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. കൈക്കൂലി കൊടുക്കാനൊന്നും എന്തായാലും പറ്റത്തില്ല, അത് കൊടുത്തിട്ട് കാർ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കുന്നതാണ്, നിങ്ങൾക്ക് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ കിട്ടും, ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി വാങ്ങാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. എന്തായാലും വീട്ടിലോട്ട് പോവാം, വീട്ടിലോട്ട് പോയിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും ശ്രീകാന്തും ദേവുക്കും കൂടി സച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ വിളിക്കുകയും എന്നിട്ട് സാരിയും ആ ഒരു താലിമാലയൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോളും കൂടി വരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. പക്ഷെ എപ്പോഴും ഉള്ളതുപോലെ ചന്ദ്രമതിയെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയെ സുഖിപ്പിക്കുന്ന രീതിയിൽ ശ്രുതി അവിടെ സംസാരിക്കുകയും, അമ്മയെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വിവാഹം ഉറപ്പിച്ചത്, അമ്മയില്ല, എനിക്ക് സ്വന്തം അമ്മയെ പോലെ തോന്നി, ഒരു അമ്മയായിട്ടും എല്ലാം അമ്മയുടെ ജീവിതം പോലെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അമ്മ കാരണമാണ് ഞാൻ ഈ ഒരു വിവാഹത്തിന് താല്പര്യം കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയെ ഭയങ്കരമായിട്ട് സുഖിപ്പിച്ച് നിർത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി ഈ ഒരു സാരിയും മാലയൊക്കെ എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വില കൂടിയ സാരി എടുക്കണ്ടേ, അപ്പൊ നാളെ തന്നെ മോള് വന്നോളൂ, പക്ഷെ അമ്മ വേണ്ട, വില കൂടിയ സാരിയൊക്കെ എന്തിനാ, വിവാഹമല്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വില കുറഞ്ഞ ഒരു സാരി മതി എന്ന് പറയുകയും, അത് പറ്റത്തില്ല മോളെ, നല്ല സാരിയല്ലേ, അപ്പോൾ കല്യാണ സാരിയല്ലേ, അപ്പൊ പിന്നെ നമുക്ക് നല്ലൊരു സാരി തന്നെ നോക്കിയെടുക്കാം, പക്ഷെ വേണ്ടാമേ, അമ്മയുടെ കല്യാണ സാരി തന്നാൽ തന്നെ എനിക്ക് അത്രയും സന്തോഷമാണ് എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രമതിയെ സുഖിപ്പിക്കുകയാണ്. അവസാനം ചന്ദ്രമതി പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല, കല്യാണത്തെ നല്ല വില കൂടിയ സാരി തന്നെ എടുക്കണം, മോൾ ഒന്നിനും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കോള് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കോള് വെക്കുന്നതിന് മുന്നേ തന്നെ ചന്ദ്രമതി ശ്രുതിയോടും ഒരു കാര്യം പറഞ്ഞു, എന്റെ ഞാൻ വിവാഹം കഴിച്ചത് വെറും ഒരു ഡ്രൈവറെയാണ്, ഒരു ബസ് ഡ്രൈവറെയാണ്, പക്ഷേ മോള് കല്യാണം കഴിക്കാൻ പോകുന്നത് ഭാവിയിലെ ഒരു കമ്പനി മേധാവിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, വില കൂടിയ സാരി കൊടുത്ത് തന്നെ വിവാഹം നടത്തണം എന്ന് പറഞ്ഞ് ചന്ദ്രമതി കോള് വയ്ക്കുവാണ്. പക്ഷെ ചന്ദ്രമതി സംസാരിക്കുന്നതെല്ലാം രവീന്ദ്രൻ കേൾക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ കേട്ടപ്പോൾ തന്നെ രവീന്ദ്രന് ദേഷ്യം വന്നു. ഇതെന്തായാലും എവിടെ ചെന്നെത്തും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം രാത്രി തന്നെ
ശ്രുതി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും ശ്രുതി നല്ലൊരു മരുമകളാണ്, അവളെ പോലെ മറ്റു ആരെയും കിട്ടത്തില്ല, അവള് എന്തുകൊണ്ടും നല്ല ഭാഗ്യവതിയാണ്, എനിക്കും എൻ്റെ മോനും നല്ല ഭാഗ്യം ചെയ്ത അതാണ്, അതുകൊണ്ടാണ് ശ്രുതിയെ പോലെയുള്ള ഒരു മരുമകളെ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ രവീന്ദ്രനോട് ചന്ദ്രമതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് സച്ചിയും രേവതിയും ശ്രീകാന്തൊക്കെ എത്തുന്നത്. അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ തന്നെ രവീന്ദ്രന് ഒരുപാട് സങ്കടം തോന്നി. എന്താ മോനെ, എന്താ പറ്റിയത്, നിനക്ക് വല്ല ആക്സിഡന്റ് പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസ് ഇടിച്ചതാണെന്നും എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവർ നടന്ന കാര്യങ്ങളെല്ലാം രവീന്ദ്രനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാറ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടുമെന്ന് ഇല്ല, അതുകൊണ്ട് കോടതിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ കാർ എടുക്കണം. അപ്പോൾ 1 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പൈസയ്ക്ക് എന്തെങ്കിലും ശരിയാക്കണം. പക്ഷെ പൈസയ്ക്ക് എവിടെ പോവാനാണ് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എൻ്റെ ബൈക്ക് പണയം വെച്ച് RC ബുക്ക് പണയം വെച്ച് കുറച്ച് പൈസ കിട്ടും, ബാക്കി എവിടെന്നെങ്കിലും മറയ്ക്കാം എന്ന് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇരിക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തായാലും ഇവിടെ പൈസ ഇരിക്കുകയല്ലേ, അമ്മ സുധിയുടെ കല്യാണത്തിന് വേണ്ടി തന്ന പൈസ ഉണ്ടല്ലോ അത് കൊടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയോട് പറയുകയും, പക്ഷെ അത് എൻ്റെ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് തന്ന പൈസയാണ്, അതൊരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ചന്ദ്രമതി തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. അവസാനം രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്, എണീക്കടി, എന്നിട്ട് നീ ആ പൈസ ഇപ്പൊ തന്നെ നീ എടുത്ത് കൊണ്ടു കൊടുക്കണം, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, ചന്ദ്രമതി കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മ ആ പൈസ എടുത്ത് കൊടുത്തേരെ, കുഴപ്പമില്ല, വിവാഹത്തിനല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അമ്മ കൊടുക്ക് എന്ന് പറഞ്ഞ് മനസ്സോടെ നല്ല ദേഷ്യത്തോടെ ചന്ദ്രമതി ആ ഒരു പൈസ എടുത്ത് സച്ചിക്ക് കൊണ്ട് കൊടുക്കുവാണ്. അപ്പൊ അത് രേവതിക്ക് തന്നെ നീ കൊടുക്ക് എന്ന് രവീന്ദ്രൻ പറയുകയും അങ്ങനെ രേവതിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ചന്ദ്രമതി ശ്രമിച്ചത്. രേവതി വിവാഹം കഴിച്ച് വന്നുകൊണ്ടാണ് സച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആപത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവിടെ ചന്ദ്രമതി കുറ്റപ്പെടുത്തുകയും, എന്നാൽ ദേവു അത് കേട്ടപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എന്റെ ചേച്ചി കാരണം എന്ത് സംഭവിച്ചു എന്നാ, ചേച്ചി കല്യാണം കഴിക്കാൻ പോയത് ആരാണെന്നും ചേച്ചിക്ക് ഇങ്ങനെ അവസ്ഥ വരാൻ കാരണം ആരാണെന്നും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ദേവ് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ സച്ചിക്കും ഒരുപാട് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞത് രേവതിയെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, രേവതിയെ കുറിച്ച് പറയേണ്ട ഒരു യോഗ്യത നിങ്ങൾക്കില്ല എന്നാണ് സച്ചി ഇവിടെ പറഞ്ഞത്. അങ്ങനെ രവീന്ദ്രന്റെ നിർബന്ധപ്രകാരം ചന്ദ്രമതി ആ ഒരു പൈസ എടുത്തു കൊടുത്തിട്ട്, അത് എന്റെ അമ്മ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്, അല്ല നിന്റെ വീട്ടിലുള്ള പൈസയൊന്നും അല്ല, അതുകൊണ്ട് നീ ആ പൈസ കൊടുക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ചന്ദ്രമതി ആ ഒരു പൈസ രേവതിക്ക് കൊടുത്തത്. അങ്ങനെ ഈ പൈസയും കൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കാറ് പോയി ശരിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ നേരെ സച്ചിയും കൂട്ടരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പൈസ കൊടുത്തു. പൈസ കൊടുത്ത് സാറേ പൈസ ഇതാ 1 ലക്ഷം രൂപയുണ്ട്, ഇനി എന്റെ കാർ കീ തരാമോ എന്ന് ചോദിക്കുകയും അപ്പോൾ തന്നെ അവർ കാർ കീ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി സന്തോഷത്തോടെ ആ ഒരു കാർ കീ വാങ്ങിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തായാലും ഇതോടുകൂടി പോലീസുകാരുടെ ദേഷ്യം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സച്ചി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.